HTML യൂസ് ചെയ്യുന്ന കുറച്ച് ബേസിക് ടാഗ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ഹെഡിങ്, പാരഗ്രാഫ് തുടങ്ങിയ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടാഗ്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഹെഡിങ് ടാഗാണ്. നമുക്കറിയാം ഏത് ഡോക്യുമെൻ്റ് ആണെങ്കിലും അതിനെന്തായിരിക്കും, ഒരു ഹെഡിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ തന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു ഹെഡിങ് ടാഗ്. ഈ സാധനം ഇത് തന്നെയാണ്, ഈ ഒരു ടെക്സ്റ്റ് എന്താണ്, ഇത് നമ്മുടെ ഈ ഡോക്യുമെൻറ്റിൽ ഒരു ഹെഡിങ് ആയിട്ടാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ HTML ബേസിക് ടാഗ്സ് വേറൊരു ഹെഡിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെന്താണ്, ഒരു പാരഗ്രാഫാണ്. ഈ എക്സാമ്പിളിന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഇതിൻ്റെ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഏത് ഡോക്യുമെൻ്റ് എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാകും അവിടെ എന്തായിരിക്കും, ഒരു ഹെഡിങ് ഉണ്ടാകും, അറ്റ്ലീസ്റ്റ് ഒരു ഹെഡിങ് എങ്കിലും ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഹെഡിങ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് H എന്ന് പറയുന്ന ടാഗാണ്. H എന്നുള്ള ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ 1, 2, 3, 4, 5, 6 വരെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം H1, H2, H3, H4, H5 പിന്നെ H6 ഇത്രയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെഡിങ് ടാഗായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹെഡിങ് ടാഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ H1, H2 ഇത് ഓരോന്നിലും ഉള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാം നമ്മൾ ഹെഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഒരു ടെക്സ്റ്റ് എടുത്തിട്ട് ആ ടെക്സ്റ്റിനെ നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ഹെഡിങ് ആയിട്ട് കാണിക്കണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, H1 എന്നുള്ള ടാഗ് യൂസ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസാണ്. ഓക്കെ, H1 തൊട്ട് H6 വരെ പോകും തോറും ഇതിൻ്റെ സൈസ് എന്താണ്, കുറഞ്ഞു വരും. ഏറ്റവും കൂടിയ സൈസ് എവിടെയായിരിക്കും, H1 ആയിരിക്കും. അപ്പോൾ H1, H2, H3, H4, H5 ആൻഡ് H6 എന്നുള്ള ടാഗ്സ് ഉണ്ട്. നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് നമുക്കിതിൽ ഏത് ടാഗ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ഡോക്യുമെൻ്റ് സ്ട്രക്ചറൊക്കെ നേരത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് വീഡിയോ നോക്കാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരിക, എന്നിട്ട് ഈ വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. അപ്പം ഇത് നമ്മൾ തൽക്കാലത്തേക്ക് ഈ ഒരു പോർഷൻ ഒഴിവാക്കുവാണ്. പിന്നെ HTML ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഇവിടെ HTML ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഏത് HTML ഡോക്യുമെൻ്റ് ആണെങ്കിലും അത് എന്തിൻ്റെ ഉള്ളിൽ എഴുതുന്നുള്ളൂ, HTML എന്ന് പറയുന്ന ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ എഴുതുന്നത്. ടാഗ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ബ്രാക്കറ്റ് അല്ലേ, ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, അതിൽ നമ്മുടെ ടെക്സ്റ്റ് എഴുതി, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ടാഗിൻ്റെ പേര് എഴുതി, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അത് ക്ലോസ് ചെയ്തു. ഇനിയാണ് നമ്മൾ ടാഗ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്കറിയാം, നമ്മുടെ HTML സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ, ഡോക്യുമെൻ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ 2 സെക്ഷനായിട്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഹെഡ്, പിന്നൊന്ന് ബോഡി. അപ്പോൾ നമ്മുടെ ഹെഡ് ടാഗിൽ നമ്മൾ പറഞ്ഞു, ഹെഡ് ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്തു. ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് എഴുതി, ടൈറ്റിൽ എന്ന് എഴുതി. അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു, എന്താണ് നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞു. ടൈറ്റിൽ എന്തായിരിക്കും, ഹെഡിങ് എന്നുള്ളതാണ് ടൈറ്റിൽ. പിന്നെ എന്ത് ചെയ്തു, ഈ ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തു. തിരിച്ച് ഹെഡ് എന്നുള്ള ടാഗ് നമ്മൾ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. ഹെഡ് എന്നുള്ള ടാഗ് ക്ലോസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് എന്ത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, ബോഡി എന്നുള്ള ടാഗ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ബോഡി ടാഗ് എഴുതി. ബോഡി ടാഗിൽ നമ്മൾ ദിസ് ഈസ് ഹെഡിങ് 1, ദിസ് ഈസ് ഹെഡിങ് 2 എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ 6 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഓരോന്നും നമ്മൾ എന്താണ്, H1 ടാഗ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഹെഡിങ് ആക്കിയേക്കുവാണ്. അപ്പോൾ ഇതിൽ ഔട്ട്പുട്ട് എങ്ങനെ വരും നമുക്ക് നോക്കാം. ഈ H1 ഇത് നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്നതാണ്. ഇതിൻ്റെ ബോഡി ഇവിടെ ഓപ്പൺ ചെയ്തു. അതേപോലെ തന്നെ ബോഡി എന്നുള്ള ടാഗ് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. നമ്മുടെ HTML ഡോക്യുമെൻറ്റിൽ ഹെഡിങ്ങും കഴിഞ്ഞു. ഹെഡ് എന്നുള്ള ടാഗ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. ബോഡി എന്നുള്ള ടാഗ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡോക്യുമെൻറ്റിലെല്ലാം ആവശ്യമുള്ളതിനെല്ലാം എഴുതി കഴിഞ്ഞു. നമുക്ക് HTML എന്നുള്ള ടാഗും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാൻ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു സ്ലാഷ് എന്നുള്ള സിമ്പിളാണ് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. ദിസ് ഈസ് ഹെഡിങ് 1 അല്ലേ. H1 എന്നുള്ളതിൻ്റെ ഔട്ട്പുട്ട് H1 എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, സൈസ് കൂടിയിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പോൾ 1, 2, 3, 4, 5, 6 അപ്പോൾ ഇത്രയും സൈസിലുള്ള ഹെഡിങ്സ് നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഹെഡിങ് ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാനൊരു നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. എല്ലാ എക്സാമ്പിൾസും നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റത്തില്ല, പക്ഷെ തുടക്കമായതുകൊണ്ട് എങ്ങനെയാണ് ഒരു ഡോക്യുമെൻറ്റിൽ ഹെഡിങ് എഴുതുന്നത്, അല്ലെങ്കിൽ HTML ഡോക്യുമെൻ്റ് എഴുതാനുള്ള ഒരു പരിചയം വരാൻ വേണ്ടിയിട്ട് ഇത് സെയിം എക്സാമ്പിൾ നമുക്കൊരു നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ സാധാരണ ബ്രൗസറിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ നോട്ട് പാഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ HTML എഡിറ്റർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന്, നോട്ട് പാഡും ബ്രൗസർ ഉപയോഗിച്ചിട്ട് ഒരു HTML ഡോക്യുമെൻ്റ് എഡിറ്റ് ചെയ്ത് അത് ബ്രൗസറിൽ കൂടി എങ്ങനെയാണ് ഒരു വെബ് പേജിൻ്റെ ഫോമാറ്റിൽ കാണുന്നതെന്നൊക്കെ നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ നോട്ട് പാഡ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നോട്ട് പാഡിൽ നമ്മൾ ആദ്യമായിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. ടൈപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, ഇവിടെ എടുത്തിരിക്കുന്നത് വേർഡ് പാഡാണ്.
ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യമേ ടൈപ്പ് ചെയ്ത് തുടങ്ങുവാണ്. ഞാൻ HTML ടാഗ് തൊട്ടേ എഴുതുന്നുള്ളൂ, എൻ്റെ ടൈപ്പ് എന്നുള്ള കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. ആദ്യമേ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് HTML ടാഗ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കേണ്ട ടാഗ് എന്ന് പറയുന്നത് ഹെഡ് ടാഗാണ്. ഹെഡ് ടാഗിൻ്റെ അകത്ത് നമ്മൾ എന്ത് എഴുതുമെന്ന് പറഞ്ഞു? ടൈറ്റിൽ ടാഗ് എഴുതുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ടൈറ്റിൽ ടാഗ് എഴുതി. അതിൻ്റെ ടൈറ്റിൽ നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ടൈറ്റിലാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. ഇവിടെ വേണമെങ്കിൽ ഹെഡിങ് എക്സാമ്പിൾ എന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ കുറച്ച് മുമ്പ് ടെക്സ്റ്റിൽ കാണിച്ച അതേ എക്സാമ്പിൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടൈറ്റിൽ ടാഗ് ഓപ്പൺ ചെയ്തു. ടൈറ്റിൽ ടാഗ് എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. ഇനി ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ എന്ത് തന്നെ ക്ലോസ് ചെയ്യണം? ഹെഡ് എന്നുള്ള ടാഗും ക്ലോസ് ചെയ്യണം. ഹെഡ് എന്നുള്ള ടാഗ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്തു? ബോഡി എന്നുള്ള ടാഗ് ഓപ്പൺ ചെയ്തു. ബോഡി എന്നുള്ള ടാഗിൻ്റെ അകത്താണ് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വ്യത്യാസം, ഒരു ടാഗ് വെച്ച് വേണമെങ്കിലും ഒരൊറ്റ ലൈൻ വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്? 6 ടാഗ്സ്, അതിൻ്റെ സൈസിൽ വരുന്ന ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 6 ടാഗ്സും കൊടുക്കുന്നത്. അപ്പം ആദ്യത്തെ ടാഗ് പറഞ്ഞത് H1 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ദിസ് ഈസ് ഹെഡിങ് 1. ഓക്കെ, എന്നിട്ട് ടാഗ് എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക. H1 ടാഗ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. പേസ്റ്റ് ചെയ്തു. ഇതെന്ത് ടാഗായിരിക്കും? H2 ടാഗാണ്. H2 ടാഗാണ്. അടുത്ത എന്താണ്? H3 ടാഗാണ്. അത് ടൈപ്പ് ചെയ്ത് സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് 4 H4 H5 അടുത്ത ടാഗ് H6. H6 കൊടുത്തു. ടാഗ്സ് എല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബോഡി പാർട്ട് ക്ലോസ് ചെയ്യാം. ബോഡി പാർട്ട് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ക്ലോസ് ചെയ്യാം? HTML എന്നുള്ള ഡോക്യുമെൻറ്റും കൂടി നമുക്ക് ക്ലോസ് ചെയ്യാം. ഡോക്യുമെൻറ്റിൽ ടാഗ് HTML എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഓപ്പൺ ചെയ്തിരിക്കുന്ന ടാഗ് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ കുറച്ച് സ്പേസ് ഒക്കെ അറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക? ഡോക്യുമെൻറ്റിനെ സേവ് ചെയ്യുക. ഡോക്യുമെൻറ്റിനെ സേവ് ചെയ്യുമ്പോഴേക്കും ഞാൻ ഇവിടെ എഴുതുവാണ് ഹെഡിങ് ടാഗ് എന്നൊരു ടൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. എക്സ്റ്റൻഷൻ പറയണം എന്ന് പറഞ്ഞു. എന്താണ്? .html. സേവ് ചെയ്തു. ഇനി ആ ഫയൽ നമുക്ക് ഫയൽ കിടക്കുന്നത് G ഡ്രൈവിൽ HTML എന്ന് പറയുന്ന ഡോക്യുമെൻറ്റിൻ്റെ അകത്താണ്. ഇവിടെ ഹെഡിങ് ടാഗ് എന്ന് പറഞ്ഞ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കതിനെ ഓപ്പൺ വിത്ത് ഫയർഫോക്സ്. ഈ രീതിയിൽ. ഓക്കെ, ഇതാണ് നമ്മുടെ ഡോക്യുമെൻറ്റ്. ഇത് ഡോക്യുമെൻറ്റിൻ്റെ ടൈറ്റിൽ ഹെഡിങ് എക്സാമ്പിൾ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ നമ്മൾ ഇത്രയും കണ്ടൻസ് ആയിരുന്നു അതിൽ കൊടുത്തിരുന്നത്. ബോഡി പാർട്ടിൽ നമ്മൾ എന്ത് എഴുതി കൊടുത്തു അത് അതുപോലെ തന്നെ വെബ് പേജിൻ്റെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഹെഡിങ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഹെഡിങ് എന്തായിരുന്നു? H1 H2 H3 H4 H6 എന്ന് പറഞ്ഞ് ഹെഡിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ഫയലിൻ്റെ പാത്ത്. ഇനി ഞാൻ ഈ പേജ് എടുത്തിട്ട് നമുക്ക് ഹെഡിങ് ഇല്ലാതെ ഒന്ന് കൊടുത്തു നോക്കാം. ഹെഡിങ് ഇല്ലാതെ കൊടുത്തു നോക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ഞാൻ എല്ലാ ഡോക്യുമെൻറ്റിൽ നിന്നും ഹെഡിങ് അങ്ങ് മാറ്റുവാണ്. ഓക്കെ, ടാഗ്സ് എല്ലാം തന്നെ റിമൂവ് ചെയ്തു. ബോഡി പാർട്ടിൽ ഇപ്പോൾ ടാഗ്സ് ഒന്നും തന്നെ കിടപ്പില്ല. ഫയൽ സേവ് കൊടുക്കുക.
സേവ് കൊടുത്തിട്ട് ഇപ്പോൾ ഇതാണ് നമ്മൾ ഇത് നേരത്തെ ഔട്ട്പുട്ടാണ് ഇപ്പോൾ കാണുന്നത് അല്ലേ. ഇപ്പം നമ്മൾ ഡോക്യുമെൻറ്റിൽ ചേഞ്ച് ചെയ്തു, നോട്ട് പാഡിൽ നമ്മൾ എന്ത് ചെയ്തു, ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ചേഞ്ചസ് വരുത്തും. ഇപ്പം ഇങ്ങനെ ഒരു കേസ് നമ്മളിപ്പം വർക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് പാഡിൽ ആ ചേഞ്ചസ് ആവശ്യമുള്ള ചേഞ്ചസ് വരുത്തുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഫയലിൽ പോയിട്ട് സേവ് ചെയ്യുക. ഫയൽ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രൗസറിൽ നമുക്ക് ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന വിൻഡോയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയുള്ള ഈ റീഫ്രഷ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതിയായിരിക്കും. കണ്ടോ? അപ്പം നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലായി അല്ലേ. ആദ്യം നമ്മൾ എന്തായിരുന്നു കൊടുത്തിരുന്നത്, വെറുതെ ഹെഡിങ് എന്ന് പറഞ്ഞ്, ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്നത് വെറുതെ ഹെഡിങ് ആണ്. ഇതിൻ്റെ അകത്ത് ഒരു ടാഗും പറഞ്ഞിട്ടില്ല. ഈ ബോഡി എന്നുള്ള പോർഷനിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാകും, ഡോക്യുമെന്റ് ബോഡിക്കകത്ത് ഒരു ടാഗ് പോലും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പം ഒരു ടാഗും പറഞ്ഞിട്ടില്ല. അതെങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതി കൊടുത്തോ അത് അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. അപ്പം ഇതിൻ്റെ അകത്ത് പുതിയ ലൈനിലേക്ക് പോലും വന്നിട്ടില്ല. അപ്പം നമുക്ക് മനസ്സിലാക്കുക, നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഡോക്യുമെന്റ് ബോഡിയിൽ ഏത് രീതിയിൽ വെബ് പേജിൽ എന്ത് കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ആ കണ്ടന്റ് ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ടാഗ്സും കൂടി പറയണം. എങ്കിലും നമുക്ക് ആ സ്ട്രക്ചറിൽ കിട്ടത്തുള്ളൂ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടത്തുള്ളൂ. അതല്ലെങ്കിൽ എന്തായിരിക്കും, ഇത് വെറുതെ ഇതുപോലെ തന്നെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ചുമ്മാ പ്രിന്റ് ചെയ്ത് കാണിച്ചുകൊണ്ടേയിരിക്കും. അതിൽ ഒരു വ്യത്യാസവും നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡോക്യുമെന്റിൽ കൊടുത്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, താഴെയുള്ള ലൈനിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. പക്ഷെ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ കണ്ടോ, അത് താഴെ പോലും അല്ല വന്നിരിക്കുന്നത്, നേരെ ഒരൊറ്റ ലൈനിൽ അങ്ങ് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഒരു ലൈനിൽ നിന്ന് പുതിയൊരു ലൈനിലേക്ക് വരണമെങ്കിൽ പോലും നമ്മൾ ബ്രൗസറിനോട് പറഞ്ഞു കൊടുക്കണം, ഇനിയുള്ള കണ്ടന്റ് നിങ്ങൾക്ക് പുതിയ ലൈനിൽ വേണം ഡിസ്പ്ലേ ചെയ്ത് വരാമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ടാഗ്സും നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. അപ്പൊ ഇതാണ് ഒരു HTML ശരിക്കും ചെയ്യുന്നത്. നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു കണ്ടന്റ്, അത് ഹെഡിങ് ആണോ, അത് പുതിയ ലൈനിലാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അതൊരു പാരഗ്രാഫ് ആണോ, അതിൽ ബോൾഡ് വരണോ, അത് സെന്ററിൽ കൊടുക്കണോ, അതിന്റെ അലൈൻമെന്റ് എന്തായിരിക്കണം, ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ. അപ്പൊ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളൊരു ബ്രൗസറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, HTML എന്ന് പറയുന്നത്. അപ്പൊ ഹെഡിങ് ടാഗ് ഓർത്ത് വെച്ചോളുക. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയിരുന്നത് ഹെഡ് എന്നുള്ള ടാഗ് ആയിരുന്നു. ഹെഡിങ് ടാഗ് നോക്കിയിരിക്കുക. H1 തൊട്ട് H6 വരെയുള്ള ടാഗ്സ് നമുക്ക് യൂസ് ചെയ്യാം. H1 തൊട്ട് H6 വരെ വരുന്തോറും ഇതിന്റെ സൈസ് എങ്ങനെയാണ്, മുകളിൽ നിന്ന് കുറഞ്ഞു വരും. 1 ആയിരിക്കും കൂടുതൽ സൈസ്. H6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ സൈസുള്ള ഹെഡിങ് ആയിരിക്കും. അപ്പോൾ ഇത് വർക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.